നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് കുടുംബശ്രീ ADSന്റെ വാർഷികാഘോഷം നടത്തി. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന 21-ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഷെലീൽ ഉദ്ഘാടനം ചെയ്തു. ഇനിയുള്ള മാസങ്ങളിൽ പൊതുവായ സേവനങ്ങളെല്ലാം നിലവിൽ ഡിസംബർ 15-ാം തീയതി മുതൽ പഞ്ചായത്തിന്റെ ഏതൊരു ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും ഏതൊരു അപേക്ഷയ്ക്കും അപേക്ഷ എന്താണോ ആ അപേക്ഷയ്ക്ക് സമർപ്പിക്കേണ്ട രേഖകൾക്കൊപ്പം ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കൊടുക്കുന്ന കാർഡും പഞ്ചായത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ പണ്ടത്തെ പോലെ പൊതുസ്ഥലത്ത് വേസ്റ്റ് ഉണ്ടോ? കാണാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇല്ല. ഇപ്പൊ എന്റെ വാർഡിലേക്ക് പോകും, എന്റെ പുലാക്കോടിലേക്ക് പോകുമ്പോ 7-ാം വാർഡ് തട്ടാറത്തുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും കൂടി കശവനോട് സംസാരിച്ചോളൂ. അതിന്റെ ഇരുവശത്ത് കണ്ടമാനം പ്ലാസ്റ്റിക് ആയിരുന്നു, കവറുകളായിരുന്നു, വണ്ടി പോകുമ്പോ ഇങ്ങനെ പാടി കിടക്കുക. പക്ഷെ ഇപ്പൊ പൊതുസ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പണ്ടത്തെ പോലെ പ്ലാസ്റ്റിക് ഉണ്ടോ? എന്തുകൊണ്ടാ? ആദ്യം 2 മാസം കൂടുമ്പോൾ വന്നിരുന്നു, 3 മാസം കൂടുമ്പോൾ ഇപ്പൊ കൃത്യമായി മുൻകൂട്ടി ഒരു ഡേറ്റ് പറഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ട പരിശീലനം ലഭിച്ച ഹരിതകർമ്മസേന നിങ്ങളുടെ വീട്ടിലേക്ക് വരിക അല്ലേ? മഹാഭൂരിപക്ഷം സഹകരിക്കുന്നുണ്ട്. ആ സഹകരണം നമ്മുടെ ഒരു ജീവിത ശൈലിയുടെ ഭാഗമായി മാറണം. ആ പ്ലാസ്റ്റിക് വല്ലോന്റെ പറമ്പിലേക്കും പൊതുസ്ഥലത്തേക്കും നമ്മൾ എറിഞ്ഞുകൊണ്ടിരുന്നു. കുറെ പേര് വീട്ടിൽ അടുപ്പത്തിട്ട് കത്തിക്കുകയായിരുന്നു. ഒരു തർക്കമില്ല, കാരണം പ്ലാസ്റ്റിക് ഇട്ടാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും. ശരി തന്നെ, നമ്മളെല്ലാവരും ചെയ്തിരുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇനി കത്തിച്ച ഒരു സാധാരണക്കാരന് താങ്ങുന്നതിന് അപ്പുറത്തേക്കാണ് അതിന്റെ ഫൈൻ വരുന്നത്. അപ്പൊ ആ ഹരിതകർമ്മസേനയോടുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ നന്നായി പോകേണ്ടതുണ്ട്. അത് നിങ്ങളാൽ കഴിയും. അതുപോലെ സംരംഭങ്ങളുമായി കുറച്ചും കൂടി തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ സഹകരിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ വാർഡുകൾ 6-ാം വാർഡ്, 7, 3, 8 വാർഡിലൊക്കെ കുടുംബശ്രീയുടെ ഭാഗമായി എന്നുള്ള SVP കൊണ്ട് 36 സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 1-2 അല്ല, ബ്ലോക്കിലെ തന്നെ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ പഞ്ചായത്ത് ചേലക്കരയാണ്. വാർഡ് മെമ്പർ T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. എവിടെ നോക്കിയാലും കുടുംബശ്രീയുടെ ഒരു കടന്നുകയറ്റവും ഉയർച്ചയും നമുക്ക് കാണാൻ കഴിയും. അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ വിഷയാർത്ഥികൾക്ക് സംസാരിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം വളരെ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നമുക്കെല്ലാം ഉണ്ടാകണം. അതിന് വേണ്ട വരുമാനവും അതുപോലെ മാനസിക സംഘർഷമില്ലാതെ സന്തോഷപരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ അതുപോലെ യുവതയെ ഒന്ന് നന്നായി ശ്രദ്ധിച്ച് അവരോടൊപ്പം ഒന്ന് കൂട്ടുകൂടാനും സംസാരിക്കാനും വട്ടമിട്ട് ഒന്ന് ഇരുന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഒരുമിച്ചൊന്ന് ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു ശ്രമം ഓരോ കുടുംബത്തിലും ഉണ്ടായാൽ തന്നെ നമ്മുടെ ഇടയിലെ പകുതി വിഷയങ്ങൾ തീരും. എന്ത് തന്നെയാലും 21-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിഷയങ്ങളുടെ വീടുകളോ കുടുംബങ്ങളോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ അങ്ങനെ വിഷയം എന്താ അറിയാം. പക്ഷേ ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വളരെയധികം വലിയ മേഖലകളാണ് കുടുംബശ്രീ തുറന്നിട്ടിരിക്കുന്നത്. നമ്മൾ ലോൺ എടുക്കാൻ പോയാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ, എന്തെല്ലാം ആധാരവും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിശേഷം പറയും. അത് കാരണം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതേസമയത്ത് നിങ്ങൾക്ക് ഏത് ബാങ്കും എല്ലാവർക്കും കുടുംബശ്രീയെ എന്നും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന എമൗണ്ട് 15 ലക്ഷം രൂപയോളം 15 ലക്ഷം രൂപയോളം എടുക്കുകയും അത് പങ്കിട്ടെടുത്ത് ഓരോ കാര്യത്തിനും ഉപയോഗിച്ച് തിരിച്ചടക്കുകയല്ല, മറിച്ച് ഓരോ യൂണിറ്റ് സ്ഥിരമായ വരുമാനം ഉണ്ടാകാവുന്ന രീതിയിലുള്ള യൂണിറ്റുകളും ചെറിയ ഓരോ പ്രവർത്തനങ്ങൾ യൂണിറ്റുകൾ തുടങ്ങി അത് വലിയ രീതിയിൽ വളർന്നു വലുതാവുന്ന രീതിയിലാകണം എന്നാണ് ആഗ്രഹം. തീർച്ചയായും അതിന് വേണ്ടതായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറ്റി നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നേറാം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. CDS ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഒരു കുടുംബശ്രീ എന്താണ് അല്ലെങ്കിൽ ആ സംഘടന എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ
നമുക്ക് പൈസ കിട്ടുക, എടുക്കുക, കൊടുക്കുക, അത് തിരിച്ചടയ്ക്കുക എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ മാറി. പക്ഷെ അത്തരം പോരാ. നമ്മൾ തിരികെ സ്കൂളിൽ എന്നൊരു നമ്മുടെ ബൃഹത്തായൊരു ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നമ്മൾ തിരികെ സ്കൂളിൽ നമ്മൾ ഒരു പ്രോഗ്രാം നടത്തി. അതിൽ നിങ്ങൾക്കറിയാം ഒരു 5 വിഷയങ്ങൾ എന്താണ് നിങ്ങളുടെ കുടുംബശ്രീ സംഘടന, അല്ലാതെ വേറെ ഒരു വിഷയം നമ്മൾ കുടുംബശ്രീ എന്താണ്, സംഘടന എന്താണ്, അതിന്റെ കണക്കുകൾ എങ്ങനെയാണ്, ഇനി വരുന്ന ഡിജിറ്റൽ മോഡലിൽ വരുന്ന ബാങ്കിങ് സിസ്റ്റം എന്താണ് എന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് ഒരു ധാരണയുണ്ട്, എന്താ അത്രയൊക്കെ മതി എന്നുള്ള കുടുംബശ്രീ. എന്നാലും ഇന്ന് ഉള്ളിൽ ഓരോരുത്തർ ചോദിക്കുന്നത് എന്റെ കുടുംബശ്രീ കൊണ്ട് നിങ്ങൾക്ക് നമുക്ക് എന്താ ലഭിച്ചത്, ഞങ്ങൾ ലോൺ എടുക്കുന്നു തിരിച്ചടയ്ക്കുന്നു, അതിലെന്താണ് ഇത്ര വ്യത്യാസം? പക്ഷെ അതിനൊക്കെ മാതൃകയായിട്ട് കുടുംബശ്രീ ലോകത്തിന് തന്നെ മാതൃകയായി ബൃഹത്തായ ഒരു സംഘടനയായിട്ട് മാറിയിരിക്കുന്ന കുടുംബശ്രീ. ഞാനിന്ന് നിൽക്കുന്ന പൊസിഷൻ, ഞാനിന്ന് എൻ്റെ അടുക്കളകൾ അല്ലെങ്കിൽ വീടിനുള്ളിൽ നിന്നിരുന്ന ഞാൻ എന്ന വ്യക്തി 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തായിരുന്നു എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയും ആ കാലഘട്ടത്തിൽ മാറി നമ്മൾ ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ ഒരു കുടുംബശ്രീ അംഗം എന്ന നിലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു അവസരത്തിൽ തന്നെയാണ് നമ്മൾ. 25 വർഷം പൂർത്തീകരിച്ച് നമ്മൾ നല്ലൊരു രജതജൂബിലി ആഘോഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാളെയുടെ വാഗ്ദാനമായി സമൂഹത്തിനും നാടിനും വേണ്ടി മാതൃകയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോ കുടുംബശ്രീ അംഗങ്ങളും അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ അസനാർ, ഗീത ഉണ്ണികൃഷ്ണൻ, കേശവൻകുട്ടി, എ അംബിക, ബീന മാത്യു, LC ബേബി, CDS അംഗം സുനി ഡെന്നി, ADS സെക്രട്ടറി ഡാലി, ADS അംഗം CK ഗീത എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചേലക്കര ജെൻഡർ റിസോഴ്സ് സെന്റർ കമ്മ്യൂണിറ്റി കൗൺസിലർ നീതു ഡേവിസ് ക്ലാസ് എടുത്തു. തുടർന്ന് മിഥില കിഷോറിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. പട്ടുഞ്ഞോറിയിട്ട പാവാട വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ, പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടുതരാന്നു പറഞ്ഞതല്ലേ, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല. പട്ടുഞ്ഞോറിയിട്ട പാവാട വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ, പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടുതരാന്നു പറഞ്ഞതല്ലേ, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല. കല്ലുവച്ച നല്ല മൂക്കുത്തി വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ, നെറ്റിക്കഴകുള്ള ചന്ദനവും തൊട്ടുതരാന്നു പറഞ്ഞതല്ലേ, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല, എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നീല. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുരയ്ക്കിൽ ചെന്നപ്പോൾ അമ്മൂമ്മക്കൊരു കൊതി തോന്നി, അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്ത് ഇളക്കി ചൂടുപറക്കും 3 അപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ഹയ്യട ഹയ്യ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധൂരിടും നെയ്യപ്പം, മധുരച്ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം വന്നിട്ട് ഉള്ളിലൊരശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു 2 അപ്പം. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മക്ക് അച്ഛൻ വന്നു പെട്ടെന്ന്. ആര് പറഞ്ഞു മുബീനെ കയ്യിലെടുക്കാൻ 2 അപ്പം? അമ്പടി മോളെ തടിയെത്തി കുമ്പകുലുക്കി തുള്ളാതെ എനിക്ക് വേണം 2 അപ്പം വാശി പിടിച്ചു അപ്പൂപ്പൻ. തീപ്പുകയേറ്റതു ഞാനല്ലേ, അപ്പം ചുട്ടതു ഞാനല്ലേ, എനിക്ക് വേണം 2 അപ്പം കൂവി വിളിച്ചു അമ്മൂമ്മ.
നിക്കും നിക്കും വലിയ വശി മുഴുത്തിട്ടടി പിടിയ അമ്മൂമ്മയ്ക്കൊരു കടി കിട്ടി അപ്പൂപ്പനൊരു കടി കിട്ടി അടിപിടി ഇരുപിടി മൂത്തപ്പോൾ നല്ല വഴി കണ്ടെത്തിയില്ല നമ്മുടെ അപ്പൂപ്പൻ ഒത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാമിണ്ടാതെ ആദ്യം മിൻ്റെ ആൾക്കൊറ്റപ്പം മറ്റേ ആൾക്കോ രണ്ടപ്പം പാതിരാക്കിളി ഒരു പാൽക്കടൽ കിളി ഓണനാളിനി കഥയൊന്നു ചൊല്ലിവാ താണുവരും മാലാക പൂഞ്ചിറകോ താഴ്വരയിൽ മന്ദാര പൂനിരയോ പറന്നു വന്നീ തടങ്ങളിൽ പാടാത്തതെന്തു നീ പൂത്തുമ്പിൽ തുടിക്കും നീർമുത്തും ചാത്തി നിലാവിൻ പാൽത്തുള്ളി തിരയിളകും കടലും നിലാവിനാടരേ ഇതുവഴി പാതിരാക്കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പൂമാനമേ ഒരു രാഗമേഘം താ പൂമാനമേ ഒരു രാഗമേഘം താ കനവായി കണവായി ഉയരാൻ ഒഴുകാനഴകിലൻ പൂമാനമേ ഒരു രാഗമേഘം താ കരളിലെയും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെയും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ ലോലമായി അതിലോലമായി സാന്ദ്രമായി സുഖസാന്ദ്രമായി മനമൊരു ശ്രുതിയായി പൂമാനമേ ഒരു രാഗമേഘം താ എള്ളുള്ളേരി മാണിനങ്കരെ വിരജുപേട്ട ഗുണ്ട കയ്യ മാണിനങ്കരെ മാണിനങ്കരെ തങ്കാശി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാശി മാണിനങ്കരെ മാണിനങ്കരെ തങ്കാശി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാശി മാണിനങ്കരെ താനെ തന്നാനെ താനെ നാനെ തന്നെ താനെ തന്നാനെ താനെ നാനെ താനെ തന്നാനെ താനെ നാനെ തന്നെ താനെ തന്നാനെ താനെ നാനെ താനെ തന്നാനെ താനെ നാനെ തന്നെ താനെ തന്നാനെ താനെ നാനെ താനെ തന്നാനെ താനെ നാനെ തന്നെ താനെ തന്നാനെ താനെ നാനെ അകല ബന്ധുനാഥുജി ഇകല ബന്ധുനാഥുജി എന്നാ പ്രാവേ ബന്ധാടോ എഴുന്നള്ളിപ്പാടോ അകല ബന്ധുനാഥുജി ഇകല ബന്ധുനാഥുജി എന്നാ പ്രാവേ ബന്ധാടോ എഴുന്നള്ളിപ്പാടോ മാണിനങ്കരെ തങ്കാശി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാശി മാണിനങ്കരെ മാണിനങ്കരെ തങ്കാശി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാശി മാണിനങ്കരെ
റൈറ്റ് ന്യൂസ് ചേലക്കര.